തൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയ ജീവിതം. ആ ജീവിതമാണ് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ തുറന്നു കാട്ടുന്നത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഏറെ സ്നേഹത്തോടെ ജീന ചേച്ചിയെ സ്വാഗതം ചെയ്യാം. ഹിമമായി പൊഴിയൂ, തടവായി തഴുകൂ, കടലിൻ നലപൂ അരികെ അണയൂ, നിറയും മിഴികൾ ഇടറും മൊഴികൾ കരളിൽ നിറയും കുളിരായണയൂ. നീ സ്നേഹമൂലം വർഷമായി പെയ്യുമോ, നീ ശോഭയേറും വെണ്ണിലാവാ. ചേച്ചിയെ പറ്റി ഞാൻ വായിച്ചറിയാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വായിച്ചു, ചേച്ചിയുടെ ജീവിതത്തിലെ പല തിരിച്ചടികളും ചേച്ചിക്ക് തിരിച്ചറിവുകളായി മാറിയിട്ടുണ്ടെന്ന്. ആ തിരിച്ചറിവുകളെക്കുറിച്ച് എനിക്ക് ഏകദേശ ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ ആ തിരിച്ചടികളെക്കുറിച്ച് പിന്നീട് അറിവുകളായി മാറിയ ആ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചേച്ചി ഒന്ന് പറയാമോ? ആർക്കും നമ്മളെ ഈശോ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തിരിച്ചറിവ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആ സ്നേഹവും ആ കരുതലും പ്രതീക്ഷിച്ചാൽ അത് നമുക്കൊരു വലിയൊരു തിരിച്ചടിയിലേക്ക് എത്തുക. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ളൊരു ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ബന്ധു തന്നെയാണ് ചോദിക്കുന്നത്, നീ വലിയ ഭക്തയല്ലേ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. പിന്നെ എന്നെ ട്രീറ്റ് ചെയ്തൊരു ഡോക്ടർ തന്നെ ഒരിക്കലും എനിക്കെന്തോ അദ്ദേഹത്തെ കാണണം എന്നൊരു തോന്നൽ വന്നു. അപ്പം ഞാൻ അപ്പനുള്ള സമയമായിരുന്നു. അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇല്ല, യാത്രകൾ എനിക്ക് അത്ര എളുപ്പമില്ല, അപ്പോൾ ആളെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ആദ്യം എന്നെ കണ്ട വഴിക്ക് ആൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നീ ഇതുവരെ മരിച്ചില്ലേ? അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ഒരു മനുഷ്യരെ അത്രയേ ഉള്ളൂ നമ്മളെ മനസ്സിലാക്കുക, അത്രയും ഒരു ഡോക്ടറായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു ചോദ്യം വന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അത് എത്ര വലിയ പരാജയമെന്നൊക്കെ നമുക്ക് തോന്നി. നമുക്ക് ശരിക്കും നല്ലൊരു ലൈഫ് നടക്കണമെങ്കിൽ നമ്മൾ തിരുകുടുംബത്തിനൊക്കെ നോക്കി ജീവിക്കണം. ചേച്ചി ആ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഫാദർ ജോർജ് കടുപ്പേരി എന്ന് പറഞ്ഞ പുരോഹിതൻ ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. എന്താണ് അച്ഛൻ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം? ഞാൻ ആ സമയത്ത് ഈ ഡോക്ടർ ഇത് പറഞ്ഞ് അധികം താമസിച്ചിട്ടാണ് ജോർജ് അച്ഛൻ്റെ ഒരു കുന്തിരുക്കം എന്ന് പറഞ്ഞൊരു ഓഡിയോ വിഷൻ ഒരു ബുക്ക് അച്ഛൻ എഴുതുക. അച്ഛൻ തന്നെ അത് വായിച്ച് ഓഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതെൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ അച്ഛൻ്റെ സഹോദരി ഒരു സിസ്റ്ററാണ്, അവർ ക്യാൻസറസിൻ്റെ ഒത്തിരി ഇതുകൾ അനുഭവിച്ചതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് ചെല്ലുമ്പോഴും തലേ പ്രാവശ്യം കണ്ട കുറച്ച് ആൾക്കാരെ കാണാതെയാവും. അപ്പോൾ ആർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യമില്ല. കാരണം ഈ ലോകത്തു നിന്ന് നമ്മൾ വിട്ടുപോയോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛനത് ഒത്തിരി വിഷമമായിട്ടും ആൾക്കാരെ നോട്ടവും പിന്നെ ഈ ക്യാൻസറസ് വന്നതിന് ഒത്തിരി മുടി പോയിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ചോദ്യങ്ങളും അവരുടെ നോട്ടങ്ങളും ഒക്കെ ഒത്തിരി അച്ഛനെ വിഷമിപ്പിച്ചതായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ആ ഓഡിയോ വിഷൻ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചിട്ട് ഞാൻ അച്ഛനോട്, അച്ഛാ എൻ്റെ അടുത്ത് ഇങ്ങനൊരു ചോദ്യം കൂടി വന്നിട്ടുള്ളത്, അതിലും ഭേദമല്ലേ. അപ്പം അച്ഛൻ അങ്ങനെ ഒത്തിരി നന്നായിട്ട് എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. അപ്പം അച്ഛന് അങ്ങനെ അതെനിക്ക് ഭയങ്കര എനിക്ക് മാത്രമല്ല ഇത് പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ അറിയണുള്ളൂ എന്നൊരു ശരിയാ. നമുക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നമ്മളെക്കാളും മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ കണ്ടുകഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. മനുഷ്യരുടെ ഒരു സ്വാഭാവികമായ നേച്ചർ. ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഭയങ്കര ചൂടല്ലേ, എങ്ങനെ ഇത് സഹിക്കാൻ പറ്റണേന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അറ്റ്ലീസ്റ്റ് എഴുന്നേൽപ്പിച്ചിരുത്തിയാൽ ഇരിക്കാനുള്ളൊരു എന്തെങ്കിലും ഉണ്ട്. കിടപ്പ് കിടക്കുന്ന വ്യക്തികളുണ്ട്, അവരെ ഓർക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ ഇച്ചിരി കൂടെ നല്ല സാഹചര്യത്തിലാണ്. കുറച്ചും കൂടി, കാരണം അവരൊന്നും ബെഡ്റൂമിൽ നിന്ന് മാറണില്ല. നമ്മളെന്ന് പറയുന്നത് വീൽ ചെയർ എവിടെ വരെ എത്തും അവിടെ വരെ നമുക്ക് എത്താം. ചേച്ചിയുടെ കുറവുകളൊക്കെ എങ്ങനെയാണ് നിറവുകളായി മാറിയത്? അത് മാതാവിൻ്റെ ഈശോയുടെ വലിയൊരു കൃപ. കാരണം നമ്മൾ ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കണേക്കാട്ടിലും നല്ലത്
എന്തൊക്കെ നമ്മളിൽ ഇനി ബാക്കിയുണ്ട്. നാളെ ഇനിയിപ്പോൾ ഒരു കാലത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അന്ന് എനിക്ക് പറ്റിയിരുന്ന സമയത്ത് ചെയ്യാമായിരുന്നല്ലോ എന്ന് പറയണതിൽ അർത്ഥമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അത് ശരിക്കും അതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇന്ന് നമ്മുടെ എന്തുണ്ടോ അതിനെ കാണാതെ ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സമൂഹമാണ് അല്ലേ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ മുറുകെ പിടിച്ച് അതിനെ വളർത്താനാണ് നമ്മൾ. അതെ, ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം കരഞ്ഞും പിഴിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ചിരിച്ച് സന്തോഷിച്ചു ചിരിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഈ കടുപ്പേരിയച്ചൻ്റെ ബുക്ക് പറഞ്ഞില്ലേ, അതിനകത്തൊരു കഥയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മരിക്കാൻ പോകുന്നൊരു വ്യക്തി ആളാകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആൾക്കൊരു സിനിമ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ജീവിതത്തിലെ നിമിഷം നമ്മൾ ആലോചിച്ചുകൊണ്ട് കിടക്കുക. അന്നേരം നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് പോകാമല്ലോ. നമ്മൾ സന്തോഷമായിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും. നമ്മളെക്കുറിച്ച് ഓർക്കുന്നവർ സന്തോഷമായിട്ട്. ചേച്ചി എങ്ങനെയാ ആ ഒരു നിമിഷത്തെ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്നത്? അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ജീന നീ എന്ത് ചെയ്യും, നീ എന്താ നീ ഓർത്തുകൊണ്ടിരിക്കുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു അസുഖം അത് ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ളൊരു സമയമാണ്, ഈശോയുടെ നെഞ്ചിൽ ചാരി കിടക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ചേർന്ന് കിടന്നു, ഇങ്ങനെ പോയാൽ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ചേർന്നിരുന്നല്ലേ, ഇങ്ങനെ പോയാൽ അവിടെ ചെല്ലുമ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. അതെ. ചേച്ചിയുടെ ഈ ജീവിതം ഒരു കുരിശിൻ്റെ വഴിയാണ് അല്ലേ, നമുക്ക് അങ്ങനെ തന്നെ ഉപമിക്കാം. ഈശോയുടെ കുരിശിലെ സഹനം ഒക്കെ ചേച്ചി എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന 14 സ്ഥലം മാത്രമല്ല, ശരിക്കും അതിന് മുമ്പ് തലേ ദിവസം തൊട്ട് ശരിക്കും ഒത്തിരി പീഡകൾ ഈശോ അനുഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇന്ന് സ്വന്തം അമ്മയുടെ അടുത്ത് യാത്ര പറഞ്ഞു പോരുക, അത് വന്നിട്ട് നമ്മളെ രക്ഷിക്കാനാണ് എന്നുള്ളതൊരു ഭയങ്കര എന്താ പറയുക, എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു നമ്മുടെ ഉള്ളിൽ. ഇത്രയും സഹനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ അതൊന്നുമല്ല തലേ രാത്രിയിൽ ഈശോ സഹിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓരോ ചെറിയ നിസ്സാര വഴക്കുകൾ, നിസ്സാര പ്രശ്നങ്ങൾ, അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊല്ലാൻ വരെ മടി കാണുന്നില്ല. എന്ത് രീതിയിൽ ഉപദ്രവിക്കാനും അതിനൊക്കെ ഈശോ എന്താ പറയുക പ്രായശ്ചിത്തം ചെയ്തു എന്നുള്ളതും ഇന്നിപ്പോൾ നമ്മൾ ഈ സഹിക്കുന്ന ചെറിയ സഹനം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി പെയിൻഫുള്ളാണ്. എനിക്ക് ഓരോ ദേഹത്തിൻ്റെ ഓരോ ഭാഗവും എനിക്ക് പെയിനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖം ഒന്ന് തുടയ്ക്കണത് പോലും എനിക്ക് വേദനയുണ്ട്. കാരണം ആ സ്കിന്നൊക്കെ എനിക്ക് വേദനയുണ്ട്, എല്ലുകൾ വേദനയുണ്ട്, മസിൽസ് വേദനയുണ്ട്. ഇതെല്ലാ വേദനയും ഒന്നുമല്ല ഈശോയുടെ ആ സമയത്ത് എന്നുള്ളത് എനിക്ക് വളരെ ബോധ്യം. ആദ്യമൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നു, നീ ആകെ ഒരു 3 മണിക്കൂറാണ് സഹിച്ച്. ഞാനിത് എത്ര വർഷമായി, 30 വർഷത്തോളമായി എൻ്റെ സഹനം എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇപ്പം അത് പറയാനുള്ള ധൈര്യം ഞാനതൊരു ഭയങ്കര ഒരു സഹനമാണത്. അവിടെയും ഈശോയിലേക്ക് നോക്കാനോ അല്ലെങ്കിൽ എൻ്റെ വേദന എന്ന് പറഞ്ഞിരിക്കാനോ അല്ല ഈശോ ശ്രമിച്ചത്. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കാനും നമുക്ക് രക്ഷയായി നമ്മുടെ രക്ഷ. അതെ, കുരിശില്ലാണ്ട് രക്ഷയില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് സഹിക്കണത് എങ്ങനെയാണെന്നും അത് ഇത്തവണത്തിൽ ശരിക്കും കുറേ കൂടി എനിക്ക് ബോധ്യമാക്കി തന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഓരോ കുരിശിൻ്റെ വേണ്ടിയിട്ട് ഓരോ ഇത് സഹിക്കുമ്പോഴും ആദ്യമൊക്കെ ഞാൻ ഈശോയോട് സോറി പറയാറ്, മാപ്പ്, ഇത് എന്നെ കണ്ടിട്ടാവും നീ ഇത് സഹിച്ചല്ലേ, ഓരോ സ്ഥലത്തും രക്തം വിയർത്തത് എൻ്റെ പാപങ്ങൾക്കായിരിക്കുമല്ലേ എന്ന് ചോദിച്ചിരുന്നതിന് പകരം ഇത്തവണ മുഴുവൻ ഞാൻ ഈശോയോട് താങ്ക്സ് പറയുമായിരുന്നു. ഇത്രയും സഹിച്ചിട്ട് എന്നെ നീ രക്ഷിച്ചെടുത്തില്ലേ എന്നുള്ളതിൻ്റെ ഒരു നന്ദി. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്ദിയുടെ ജീവിതം മതിയെന്ന് തീരുമാനിച്ചു അല്ലേ?
അതെ, എല്ലാത്തിനും നന്ദി, എന്തിനും. ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ട്. ഇപ്പം മൊബൈലിൽ വന്നപ്പം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നെ ശ്രവിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും വിചാരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചേച്ചി ഒത്തിരി പേരെ ശ്രവിക്കുന്നുണ്ട്. എങ്ങനെയാ ഇത്രയും ആൾക്കാരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചേച്ചിയുടേതായി മാറുന്നത്? അതെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ എൻ്റെ അസുഖത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു, അപ്പോൾ ചേച്ചിമാരില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലോകം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ആർക്കും ആരും കേൾക്കാനോ അങ്ങനെ കൊടുക്കാനുള്ള സമയം ആർക്കും ഇല്ല. അപ്പോൾ ആ സമയം എനിക്കതങ്ങനെ കുറേ കിട്ടാതെ പോയിട്ടുണ്ട്. പല സമയത്തും സാരമില്ല പോട്ടെ എന്നൊരൊറ്റ വാക്കിൽ നമ്മുടെ സങ്കടം തീരുന്ന പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാതെ പോയതിൻ്റെ വേദന എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് സമൃദ്ധിയായിട്ട് കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. കാരണം നമ്മൾ അതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലർ വിളിച്ചിട്ട് ടെക്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേദന സഹിക്കാതെ കരയുന്നവരൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ കേട്ട് സാരില്ല 2 ദിവസം കഴിയുമ്പോൾ അത് മാറും എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ആശ്വാസം അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളത് സംസാരിക്കുമ്പോൾ കേൾവിക്കാരന് അതൊരു ഇൻസ്പിറേഷൻ ആവണുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ അത് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ. കാരണം നമ്മളിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അത് ഞാനപ്പോൾ അത് വിചാരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കണേ. ഞാൻ ഈ ചിലവാക്കുന്ന സമയം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ എനിക്കത് കൊടുക്കാൻ കുഴപ്പമില്ല. എനിക്കവർ പറയുന്നതിൽ ബോറടിയില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ കേട്ട കാര്യങ്ങളും പിന്നെ എത്ര നിസ്സാര കാര്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചേച്ചിയുടെ സാധനം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്താല്ലേ, അതൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് സഹിക്കുന്നതിന് പരത്തില്ല. അപ്പോൾ അതങ്ങനെ കൊടുക്കും. സാരമില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കും. ഹിമമായി പൊഴിയൂ, തണവായി തഴുകൂ, കടലിൻ നലപൂ അരികെ അണയൂ, നിറയും മിഴികൾ ഇടറും മൊഴികൾ കരളിൽ നിറയും കുളിരായണയൂ, നീ സ്നേഹമൂലം വർഷമായി പെയ്യുമോ, നീ ശോഭയേറും വെണ്ണിലാവാ തെളിയുമോ. ചേച്ചിക്ക് എങ്ങനെയാ ഇപ്പോഴും ഇങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്? ഒരിക്കൽ പോലും ചേച്ചിക്ക് ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഈ ഞാൻ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. കാരണം ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ചേച്ചിക്ക് ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തില്ല അല്ലേ. നമുക്ക് ഓക്കെ മെൻ്റലി നമ്മൾ നന്നായിട്ട് ഈശോയോട് അടുത്ത് ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്. പക്ഷെ ഫിസിക്കലി ചേച്ചി എന്നും ഓരോരുത്തരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചേച്ചിക്ക് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുപ്പ് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ലൊരു കള്ളായി മാറും. അതുകൊണ്ട് അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതും ഓവർകം ചെയ്യാന്നുള്ളതാണ് നമ്മുടേത്. ഇപ്പോൾ എൻ്റെ ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയോ കാലം എത്രയോ സ്നേഹത്തോടെ ഈശോ എന്നെ കാത്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പോൾ ചേച്ചി ജോലിയിലായിരിക്കും, അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ പറ്റണമെന്നില്ല, പിന്നെ പിള്ളേരാരും വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. പിന്നെ നമ്മൾ ഇത്തിരി വെള്ളത്തിനായാലും ചിലപ്പോൾ വിളിക്കണ്ടാവുക, അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജ് മറിക്കാൻ, അങ്ങനെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇതിലേക്ക് വരും. ഞാനതിന്ന് പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ക്ഷമ എന്നെ പഠിപ്പിക്കുകയാണെന്നുള്ളത്. ഈശോ എന്നെ ക്ഷമ പഠിപ്പിക്കുകയാണ്. കാരണം ഈശോ എത്രയോ കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു. ആ കാത്തിരുന്ന അത്രയൊന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാൻ തുടങ്ങി. അതുപോലെ അത് കഴിഞ്ഞ് ചേച്ചിയായാലും അമ്മയായാലും മക്കളോ ആരായാലും, ഇപ്പോൾ ചേട്ടനായാലും വന്ന് എൻ്റെ അത് ചെയ്തു തരും. അത് ചെയ്യാനുള്ള സമയം എടുക്കണേന് അത് ഞാൻ വെറുതെ കളയൊന്നുമില്ല. ഞാൻ വേഗം ആ സമയം മാധവനം വിമല ഹൃദയത്തിലേക്ക് കൊടുത്തിട്ട് ഈശോനെ ആശ്വസിപ്പിക്കാൻ പറയും.
അപ്പം എനിക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നാറില്ല. ഇപ്പോൾ ഫീൽ ചെയ്യാറില്ല. ആദ്യങ്ങളിലൊക്കെ എനിക്കത് ദേഷ്യം വരുമായിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ ദാഹിച്ച് തൊണ്ട വരണ്ടിട്ടാവും ഇത്തിരി വെള്ളത്തിന് വേണ്ടി വിളിക്കണേ. അന്നേരം ചിലപ്പോൾ കേൾക്കണം എന്നില്ല, കേട്ടാൽ തന്നെ ചിലപ്പോൾ അമ്മ പ്രായമായില്ലേ അവിടെ വരെ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ മറന്നു പോകും. അപ്പം എനിക്ക് നല്ല ദേഷ്യം വരും, സങ്കടം വരും. നമ്മുടെ നിസ്സഹായാവസ്ഥയല്ലേ അങ്ങനെയൊക്കെ. പരിതപിക്കും. അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ മറക്കും. അത് ഈശ്വരത്തെ പറയാൻ നിനക്കറിഞ്ഞൂടെ, നീയും ഈ ലോകത്ത് ജീവിച്ചതല്ലേ, നിനക്കറിഞ്ഞൂടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, പിന്നെ എന്താ എൻ്റെ കാര്യം. ഇപ്പൊ പക്ഷെ അതൊക്കെ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ചു തുടങ്ങി. മാതാവിനെ മുന്നിൽ നിർത്തിക്കോട്ടെ, മാതാവിന്റെ ഈശ്വരനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എനിക്കറിയാം ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് പരിശുദ്ധ അമ്മയോടാണ്. ചേച്ചിയുടെ സ്വന്തം അമ്മ എന്ന പോലെ തന്നെ ചേച്ചിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്വന്തം മാതാവ്. മാതാവുമായിട്ടുള്ള ചേച്ചിയുടെ കുറച്ച് സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? മാതാവിൻ്റെ അടുത്ത് എനിക്ക് ആദ്യം അത്ര വലിയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അസുഖത്തിൻ്റെ ഒരു തുടക്കത്തിൽ നമ്മൾ എവിടെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് കേൾക്കുമോ അങ്ങോട്ട് ഓടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പത്തനംതിട്ടയിൽ ഒരു ഡോക്ടർ ഉണ്ട് പറഞ്ഞു, നമ്മൾ അവിടെ പോയി അഡ്മിറ്റായി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനും ഡോക്ടറും ഒത്തിരി ഫ്രണ്ട്ലി. ഡോക്ടറാണെങ്കിൽ ഒരു മാർത്തോമ ഡോക്ടറാണ്, പക്ഷേ ആള് പെന്തക്കോസ്തയിലേക്ക് മാറി. അപ്പോൾ ആള് ആ മാറിയതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു 1.5 മണിക്കൂറോളം ഞാനും ഡോക്ടറും തന്നെ ഉണ്ടാവും ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അവസാനം മാതാവ് പിശാചാന്ന് വരെ പറഞ്ഞു തന്നു. ഞാനും ആ ഒരു ഇതിൽ വീണുപോയി. ശരിക്കും എന്താ വെച്ചാൽ അക്യുപഞ്ചറൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊന്ത കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഡോക്ടർ കൊന്ത മാറ്റണം എന്ന് പറഞ്ഞു. കൊന്ത മാറ്റണത് എന്താണെന്ന് വെച്ചാൽ സൂചി വയ്ക്കാം. അപ്പോൾ അങ്ങനെ പിന്നൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ ഒരു കുറച്ച് നാൾ ഒരു 3 മാസത്തോളം കൊന്ത ഉപേക്ഷിച്ചു. മാതാവിനെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ച കാലങ്ങളായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയതെന്ന് വെച്ചാൽ ഒരൊറ്റ ആളും കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഞാൻ നന്മ നിറഞ്ഞ പറയുമേ എന്നുള്ള ജപം ചൊല്ലണില്ല എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്കതൊരു ഭയങ്കര അത്ഭുതമാണ്. ആർക്കും അറിയില്ല. ഞാൻ പല വീടുകളിൽ പോയി ഇവിടെ വന്നു, എന്നിട്ടും ഇവിടെയും ആരും കണ്ടുപിടിച്ചില്ല. പിന്നെ എനിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക സന്തോഷമില്ലാണ്ടായി, ഭയങ്കര വിഷമം തോന്നാൻ തുടങ്ങി. അന്നേരം ഞാനപ്പോൾ പറഞ്ഞു, ഈശോയോട് തന്നെ പറഞ്ഞു, പള്ളിയിൽ പോയി ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കി തരണം. ഇത് മനസ്സിലാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മേനെ എന്നേക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കളയുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സാധാ പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഞാൻ കുർബാന കഴിഞ്ഞു, കുരിശൊക്കെ വരച്ച് പോരുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് ഇതാ പറഞ്ഞത്, ഇന്ന് ലാസ്റ്റ് ഡേ. അന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമ്മൾ വെക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് അന്നറിയില്ലായിരുന്നു. അങ്ങനെ വെച്ച് ഞാനിവിടെ വന്നു. വീട്ടിൽ ഞാൻ സാധാ പോലെ നടക്കുമ്പോൾ ഒരു ബ്രദർ വരികയാണ്. ബ്രദർ വന്ന് ആളെ പേഴ്സണൽ കാര്യത്തിന് വന്നതാണ്. അത് കഴിഞ്ഞാണ് പോകുന്നില്ല, ആളവിടെ ഇരിക്കുക തന്നെ. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണേ? അപ്പം മറ്റേ ഡോക്ടർ എനിക്ക് അവിടെ നിന്ന് 1-2 ബുക്കൊക്കെ തന്നിരുന്നു. എന്തുകൊണ്ട് ഞാൻ കത്തോലിക്കനല്ല എന്ന് പറഞ്ഞിട്ടൊരു കപ്പുച്ചിനച്ഛൻ്റെ ഒരു ഇത്, പിന്നെന്താ റോമൻ കാത്തലിക് എന്ന് പറയുമ്പോൾ റോമൻ കാത്തോലിക്ക എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അങ്ങനെ 2 ബുക്ക് ഞാനതൊക്കെ വായിച്ച് ഞാൻ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സഹോദരൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനത് അപ്പോൾ ബ്രദർ പറഞ്ഞു, നിന്നോട് എന്താ അത് പറയാൻ തോന്നിക്കണമെന്ന് എനിക്കറിയില്ല, മാതാവ് അതിങ്ങനെ പറയണോ, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ തോന്നി. എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ ഈ ബുക്കൊക്കെ എടുത്തു കൊടുത്തു. അന്ന് മുതൽ ഞാൻ എവിടെ മാതാവിനെ പറ്റി പറയാൻ അവസരം കിട്ടിയോ അവിടെയെല്ലാം പ്രഘോഷിക്കും ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ, അതിനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ അവസരം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് ഈശോനെയും മാതാവിനെയും കുറിച്ച് പറഞ്ഞിട്ടേ ഞാൻ വീടുള്ള വന്നാളെ. എനിക്ക് മാതാവായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ചേച്ചിയെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മാതാവിനെ കുറിച്ച് ചോദിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ചിരുന്ന ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. മാതാവ് നമ്മുടെ ലൈഫിൽ ഈശോയെക്കാളും ഉപരി ചിലപ്പോൾ മാതാവിനോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പം മാതാവിലൂടെ ഈശോയിലേക്ക് എത്താൻ പറ്റുന്നൊരു തോന്നൽ. ഒരിക്കലും നമ്മൾ മാതാവിൻ്റെ അടുത്ത് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ മാതാവ് ഒരിക്കലും നമ്മളെ മാതാവിൻ്റെ അടുത്ത് നിർത്തില്ല. അതെ, ഈശോയുടെ അടുത്ത് അങ്ങോട്ട് വിടും എന്തായാലും. അതൊരു ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ തന്നെയല്ല, ഇതുപോലെ നമ്മുടെ സഹനങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. സഹനങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണത കുറവാണ്. അപ്പോൾ അത് മാതാവിനെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണതയിൽ അങ്ങോട്ട് എത്തിക്കോളും. നമ്മൾ ചെയ്യാത്തൊക്കെ കൂടെ ചേർത്ത് വെച്ച് മാതാവ് അങ്ങ് കൊടുത്തോളൂ. അതെ, ചേർത്ത് വെച്ച് കൊടുത്തോളൂ. മാതാവിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ.
അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്ട്രോങ് ആയിട്ട് ജപമാലകൾ ചൊല്ലാൻ തുടങ്ങി. ഒത്തിരി 10, 20, 27 ജപമാലയ്ക്ക് ഒരു ദിവസം ചൊല്ലുക എന്നുള്ളൊരു അത് മാത്രമൊരു ചിന്ത, അങ്ങനെ ചൊല്ലുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഒക്ടോബർ മാസം വന്ന് കൊന്തമാസം എല്ലാവരും ചൊല്ലണതാണല്ലോ. അപ്പം 24 മണിക്കൂർ എല്ലാവരും ഈ അഖണ്ഡ ജപമാലയ്ക്ക് പോണ ഒരു ഇത്. അപ്പം ഇതുപോലെയുള്ള കുറേ പേര് മാത്രം വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പം എനിക്ക് തോന്നി നമുക്കും ഒരു അഖണ്ഡ ജപമാല പല സ്ഥലങ്ങളിലിരുന്ന് ചെല്ലാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യ വർഷം ഞാനിങ്ങനെ കുറച്ച് പേരോട് ചോദിച്ചു. അപ്പോൾ അരമണിക്കൂറൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും നിർബന്ധമായിട്ട് അരമണിക്കൂർ ചൊല്ലണം എന്ന് പറഞ്ഞ് അങ്ങനെ ചൊല്ലിച്ചു. അപ്പോൾ ആദ്യത്തെ വർഷം എനിക്ക് 24 മണിക്കൂറും പറ്റിയൊന്നുമില്ല. പിന്നത്തെ വർഷമൊക്കെ ആയപ്പം പുറം രാജ്യങ്ങളിലുള്ളവരെ കൂടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ വേഗം അങ്ങനെ അവരെയൊക്കെ ചേർത്ത്. അപ്പോൾ ആദ്യ കൊല്ലം ഞാൻ തന്നെയാണ് ഓരോരുത്തർക്കും ഇല്ലാത്ത സമയങ്ങൾ കൊടുത്തിരുന്നത്. രണ്ടാമത്തെ വർഷമായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സൂട്ടായിട്ടുള്ള സമയം നോക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചേക്കാളും സ്പീഡിൽ 24 മണിക്കൂറും ഫില്ലായി. അങ്ങനെ ഒരു 10 വർഷം ജപമാല കൊണ്ടുപോയി. 10 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കുറേ ഗ്രൂപ്പുകളും അങ്ങനത്തെ മൊബൈൽ ഫോൺ അത് വന്നല്ലോ. അപ്പോൾ എല്ലാവരും അത് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെയാണ് അത് നിന്ന് പോയത്. 10 വർഷം വളരെ സജീവമായിട്ട് ജപമാല. കൊന്ത ചേച്ചിക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണല്ലേ? കൊന്ത എനിക്ക് ഒത്തിരി ആശ്വാസം തരുന്നുണ്ട്. അത് കാരണം മാതാവിൻ്റെ ഒരു മെസ്സേജോട് കൂടിയാണ് ഞാൻ കയ്യിൽ കൊന്തയിടാൻ തുടങ്ങിയത്. 2004 മുതൽ അമ്മ പിടിച്ചിരിക്കുകയാണെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ഈ കൊന്ത ഞാൻ ഒരിക്കലും എന്ത് ചെയ്താലും ഈ കൊന്ത കൈമൊന്ന് മാറ്റില്ല. കാരണം അമ്മ എന്നെ പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പം ഞാനിങ്ങനെ പറയും, എന്നെ വിടരുത്, വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആള് ശരി. അതുകൊണ്ട് കൈവിട്ട് പോകാൻ ഇടയാവും. അതുകൊണ്ട് അമ്മ മുറുക്കെ പിടിച്ച്. ഈ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ ഒരവസ്ഥയിലാണെങ്കിലും ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് എനിക്ക് ഈശോ പകർന്നു തന്നതാണ്. സ്വർഗത്തോടു കൂടിയുള്ളൊരു ജീവിതം ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അതെല്ലാവർക്കും അനുഭവിക്കാനുണ്ടാവും. ചേച്ചിയെ ശ്രവിക്കുന്ന ഓരോരുത്തരും ആ സന്തോഷം സമാധാനവും അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈശോ അറിഞ്ഞ ജീവിതം, മാതാവ് തൊട്ടനുഗ്രഹിച്ച ജീവിതം, ചേച്ചിയുടെ കയ്യിൽ മുറുകിക്കിടക്കുന്ന കൊന്ത പോലെ ഈശോയുടെ നെഞ്ചിൽ ചേച്ചി കിടന്നുകൊണ്ട് ഈശോയെ നോക്കുമ്പോൾ ഈശോ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, ജീന നീ എൻ്റെയാണ്. നമുക്കും ചേച്ചിയെപ്പോലെ എന്നും ഈശോയുടെ നെഞ്ചത്ത് ചേർന്ന് കിടക്കാം. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രാർത്ഥനയോടെ ഈശോയുടെ ഒത്തായിരിക്കാം.